ഇന്നത്തെ ദിവസം തേങ്ങ പൊട്ടിച്ച് തന്നെ തുടങ്ങാം. കടലക്കറിക്ക് തേങ്ങാപ്പാൽ എടുക്കാനാണ് തേങ്ങ പൊട്ടിച്ചത്. അപ്പോൾ ആദ്യം തേങ്ങാപ്പാൽ എടുക്കാനുള്ള പരിപാടിയിലാണ്. അതിന് മുന്നിട്ട് തേങ്ങാവെള്ളം കുടിക്കട്ടെ. കടലക്കറി പലതരത്തിലുണ്ടാക്കാം. തേങ്ങ അരച്ചുണ്ടാക്കാം, തേങ്ങയുടെ പാലെടുത്തുണ്ടാക്കാം, തേങ്ങ വറുത്തരച്ചുണ്ടാക്കാം. ഇതൊന്നുമില്ലാതെ തേങ്ങ യൂസ് ചെയ്യാതെയും നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. പക്ഷേ ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് കടലക്കറി ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആദ്യം തേങ്ങയുടെ പാലെടുക്കണം. തേങ്ങ തിരുമുന്നത് വളരെ മടിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അത് പീസാക്കി എടുത്തിട്ട് അതിൻ്റെ ചാറെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, ക്രഷ് ചെയ്തിട്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ സവാളയ്ക്ക് പകരം ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ്. ഒരു 10 അല്ലെങ്കിൽ 15 ചെറിയ ഉള്ളി ചെറിയ പീസാക്കിയിട്ട് ഈ കടലയോടൊപ്പം ഇട്ടിട്ട് കുക്കറിൽ വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വിസിൽ ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ രാവിലെ ഇതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു സവാള പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് വിസിൽ ചെയ്യിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പ്രഷറൊക്കെ പോയി തുറക്കാൻ പാകത്തിനായിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു 3-4 വിസിൽ കേൾപ്പിക്കണം. അപ്പോഴത്തേക്ക് ആ സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞ് അതിനോടൊപ്പം അങ്ങ് ചേരും. കറിയോടൊപ്പം ചേർന്ന് നല്ല തിക്കായിട്ട് മാറും കേട്ടോ. അങ്ങനെ ആവണം. അതിപ്പോൾ കൊച്ചുള്ളിയാണെങ്കിലും സവോള ആണെങ്കിലും അങ്ങനെ ആവണം. എങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ഒരു തിക്നെസ് വരത്തുള്ളൂ. അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് 3-4 വിസിൽ കേൾപ്പിക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഒരു ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പില ഇട്ടതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മസാല, ഗരം മസാല ഇത്ര ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ചിരിക്കുന്ന ഈ കടല അതിലോട്ട് ചേർത്ത് കൊടുക്കണേ. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ല കറി കുറുകി തിക്കായിട്ട് വരുന്നത് വരെ തിളപ്പിച്ച് റെഡിയാക്കി എടുക്കണം. അടിപൊളി ടേസ്റ്റുള്ള കടലക്കറിയാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ദോശമാവ് നല്ല പൊന്തി വന്നിരിക്കുമായിരുന്നു. അങ്ങനെ അത് ഒത്തിരി നേരം ഇരിക്കുകയാണെങ്കിൽ പിന്നെ പുളിച്ച് പോകുമല്ലോ. അപ്പോൾ അതും പെട്ടെന്ന് ചുട്ടെടുത്തു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ അന്നദാനത്തിന് പോകണം. അതിന് വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. എൻ്റെ മോളുടെ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പോകാൻ നേരത്ത് കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോയ്ക്ക് ഒന്ന് പോസ് ചെയ്താന്ന് പറഞ്ഞു. അങ്ങനെ പോസ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇത് അങ്ങനെ ഇറങ്ങാൻ നേരത്ത് പിന്നെ സന്തോഷമായിട്ട് ഇറങ്ങും. അതൊരു കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. എന്നിട്ട് ഞങ്ങൾ അന്നദാനം കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. കുഞ്ഞൂസിന് അന്നദാനത്തിന് പോകാനും അമ്പലത്തിൽ പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്പലത്തിൽ പോകാനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ഏത് സ്ഥലത്ത് പോകാനായിട്ട് ഇഷ്ടം. എവിടെ പോകാനും സന്തോഷമാണ്. വീട്ടിൽ നിന്ന് കുരുത്തക്കേട് കാണിപ്പോൾ വീട്ടിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബോറ്. അങ്ങനെ നമ്മൾ അന്നദാനത്തിന് ചെന്ന് അവിടെ ഫുഡൊക്കെ കഴിച്ചു. കുഞ്ഞൂസിൻ്റെ വക ഓട്ടവും ചാട്ടവും കുരുത്തക്കേടും എല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കൂടെ ഞാൻ പിടിച്ച് കൊണ്ടുവരുമായിരുന്നേ. എന്നാലും പോവും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. വെയിലത്ത് കിടന്ന് നല്ല ഡാൻസൊക്കെ ആയിരുന്നു. ഇനി വീട്ടിൽ വന്ന രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല. ചുമയും ബഹളമൊക്കെ ആയിരിക്കും. എന്തായാലും ഡാൻസൊക്കെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. പറഞ്ഞാലും കേൾക്കത്തില്ലല്ലോ. പിന്നെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകളാണ്. പിന്നെ വീട്ടിൽ വന്നിട്ട് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ തിരുവണം. അതെന്തായാലും ക്രഷ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തിരുമ്മി തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോയി. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ഒരാൾ ഫാൻസി ഡ്രസ്സൊക്കെ കാണിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഞാൻ ഓടിച്ചു വിട്ടു. അതും കൊണ്ടുപോയിട്ട് പിന്നെ റെഡിയായി ഞങ്ങൾ അമ്പലത്തിൽ പോയി. അവിടെ ചെന്ന് പൊങ്കാലയുടെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കാരണം നല്ല തിരക്കായിരുന്നു. പിന്നെ പൊങ്കാല ഇടുന്ന എൻ്റെ കഞ്ഞി പൊങ്കാലയായിരുന്നു കേട്ടോ. അപ്പോൾ പൊങ്കാല ഇടുന്ന സമയത്ത് വീഡിയോ ഒക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നില്ല. അങ്ങനെ രാത്രി ആയതിന് ശേഷം ഞങ്ങൾ മടങ്ങി വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.